ഞങ്ങളുടെ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു കാര്യമാണത്രേ. അമ്മ പറയുന്നു ഓണം വിഷുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വയ്യായി ഉണ്ടാവും. എനിക്കും ഏട്ടനോ കുഞ്ചുവിനൊക്കെ ഉണ്ടാവും അത്രേ. അതുപോലെയാണ് ഇപ്രാവശ്യം ഓണമായപ്പോൾ ഓണത്തലേന്ന് നമ്മുടെ ദിച്ചുട്ടിക്ക് തീരെ വയ്യാട്ടാ, നല്ല പനിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് നേരം വെളുക്കുമ്പോൾ ഒരേ കരച്ചിലായിരുന്നു. അവിടെ പോയപ്പോൾ ആൾ കരച്ചിൽ തന്നെയാണ് കേട്ടോ, ഒന്നിനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആവി പിടിക്കാനൊന്നും നേരെ സമ്മതിക്കാത്ത കാരണം കൊണ്ട് കുറച്ച് നേരം പാല് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഉറങ്ങി. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ ആവി പിടിപ്പിക്കാൻ വേണ്ടി അത് ശ്വസിക്കുമ്പോൾ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയും, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള മഴയായിരുന്നു കേട്ടോ ഇന്നലെ. പിന്നെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഉച്ചയായിട്ടാണ് നമ്മൾ വീടെത്തുമ്പോൾ അങ്ങനെ കിടത്തി ഉറക്കി. പിന്നെ രാത്രിയാകുമ്പോൾ കുഞ്ചു അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എയർന്ന് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് അതിലൊരു സാരി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവൾ വെച്ച് കാണിച്ചു തരികയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ട് സാരി കാണാൻ. ഇപ്പോൾ ഓണമായതുകൊണ്ട് വലിയ ആഘോഷമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം നമുക്ക്. അപ്പോൾ നാളെ കാണാം കേട്ടോ തിരുവോണമായിട്ട്.